നിങ്ങളുടെ കമ്പനിക്ക് സം ഫോം ഓഫ് ഓട്ടോമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് നന്നായി യൂസ് ചെയ്യാൻ പാകത്തിനുള്ള, നിങ്ങൾ പോലും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു 4 ഓൾമോസ്റ്റ് ഫ്രീ ടൂൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഹായ്, ഹലോ, ഐ എം ഗ്രേസ് ആൻഡ് വെൽക്കം ടു ഗ്രോ ക്രാഫ്റ്റ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കൊരു CRM അല്ലെങ്കിൽ ഒരു ലീഡ് മാനേജ്മെന്റ് സിസ്റ്റമോ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളല്ല, സിംഗിൾ വൺ ടൈം പേയ്മെന്റ് വഴി നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് CRM ഡെവലപ്പ് ചെയ്യാം. അതും നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റേത് ലാംഗ്വേജിലോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിൾ ഇന്റർഫേസോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു CRM ആയിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 1 is Trello. Trello എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് ഒരു ടു ഡു ലിസ്റ്റ് പോലെ നിങ്ങൾക്ക് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഫോം ഓഫ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്, ആസ് എ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ വീട്ടിൽ വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ആ വീട്ടിന്റെ ഇന്റീരിയർ ഡിസൈനർ തൊട്ടിട്ട് അവിടുത്തെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കറക്റ്റായി അവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഡിസൈൻ ചെയ്യാനും അതിന്റെ ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാനും അതിൽ നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ എൻലെസ് കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Trello. ഇതിന്റെ ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് 5 കാർഡ്സ് വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ 2, Zoho Invoice. പലരും സോഹോനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ Zoho Invoice എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഫ്രീ ഇഫക്റ്റീവ് ബില്ലിംഗ് സൊല്യൂഷൻ ആണ്. ഞങ്ങളുടെ കമ്പനിയിൽ വരെ ടാലി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ Zoho എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ Zoho എന്ന് പറയുന്ന ഇൻവോയ്സിംഗ് സിസ്റ്റം കുറച്ചുകൂടി കപ്പാസിറ്റേറ്റഡ് കൂടുതലായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു ഏജിൽ നമുക്ക് പൈസ ഇടുന്നതും അല്ലെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കസ്റ്റമറിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനായിട്ട് Zoho നമ്മളെ സഹായിക്കും. മാത്രമല്ല, അവരുടെ ആപ്പ് സിസ്റ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ കുറേയും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. പ്രത്യേകിച്ച് അതിനു വേണ്ടി നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല, നമുക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂസർ ഇന്റർഫേസ് സിസ്റ്റമാണ്. ആൻഡ് Zoho Invoice ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Zoho ബുക്സ് എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് നിങ്ങളുടെ ഒരു പെയ്ഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് കസ്റ്റമറിന് അവരെത്ര പേയ്മെന്റ് തന്നിട്ടുണ്ട് അതിന്റെ ഡ്യൂ എല്ലാം കാണിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് കസ്റ്റമറിന് ഒരു പോർട്ടൽ ഉണ്ടാക്കാനും Zohoയിൽ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എനിക്ക് തോന്നുന്നു എല്ലാ കമ്പനീസും Zoho ഇൻവോയ്സ് ചെക്ക് ചെയ്ത് നോക്കും. ആൻഡ് മൂന്നാമത്തെ ടൂളിനെ കുറിച്ച് പറയാം. നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, അതല്ല എങ്കിൽ നിങ്ങളൊരു മീറ്റിംഗ്സ് ഒരുപാട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കലണ്ടർലി എന്ന് പറയുന്ന ആപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഡേറ്റ്സ് ഫിക്സ് ചെയ്യാനോ നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ലീഡുമായിട്ട് പലപ്പോഴും ടൈമിന്റെ ഷെഡ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മെയിൽ അയച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതല്ല എങ്കിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിൽ തന്നെ കലണ്ടറിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ത്രൂ തന്നെ അവർക്ക് ഒരു ഡേറ്റ് ചൂസ് ചെയ്യാനും നിങ്ങളുടെ ഒപ്പമുള്ള ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാനും ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കലണ്ടറിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ സ്ലോട്ട്സ് കണ്ടുപിടിക്കാനും അതിന് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ലീഡിന് ആ ഒരു സ്ലോട്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കലണ്ടറിൽ തരുന്നുണ്ട്. ഇത് വെബ്സൈറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുക്കാൽ ഭാഗമുള്ള നിങ്ങളുടെ മീറ്റിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കലണ്ടറിൽ നിങ്ങളെ സഹായിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് മൈ ഫേവറേറ്റ് ടൂളിലേക്ക് വരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ബിസിനസ് മാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ? ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയുടെ മുകളിലാണ്, ദ സെക്കൻഡ് ബ്രെയിൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നോഷൻ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോഷന്റെ ഒരു കപ്പാസിറ്റീസ് എൻഡ്ലെസ് ആണെന്ന് തന്നെ പറയാം. ഇതിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ട്രെല്ലോയിൽ പറഞ്ഞ പോലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യാം, അതല്ല എങ്കിൽ നമ്മുടെ ലീഡ്സിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനും ഇങ്ങനെ തൊട്ടിട്ട് നോഷനിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. നോഷനിൽ തന്നെ എക്സലിന്റെ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ്, ഇൻ പ്രോഗ്രസ്, ഡൺ പോലുള്ള കാൻബാൻ എന്ന് പറയുന്ന ബോർഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടാസ്ക് ഡാറ്റാബേസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഇതിനകത്തുള്ളൊരു പെർട്ടിക്കുലർ പ്രൊജക്ട് ബോർഡ് പേജ് ഒരു ലിങ്ക് ആയിട്ട് മറ്റൊരാൾക്ക് ഷെയർഡ് സ്പേസസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതല്ല, നിങ്ങൾക്ക് ഇതിനകത്തൊരു ലിങ്ക് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീച്ചർ നോഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ അപ്പുറം ഇതിൽ നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അതിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ് നമുക്ക് വളരെ കൃത്യമായിട്ട് നോഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക്
CRM ഇൻ്റഗ്രേഷൻ പോലുള്ള സിസ്റ്റംസ് ഒരു പരിധി വരെ നോഷൻ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് കാലണ്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീഡിയോന് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. കാരണം ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ക്ലയൻറ്റ് ഓൺ ബോർഡിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പ്രൈസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കൊട്ടേഷൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീ ടൂള് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ നോഷൻ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നോഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നോഷനിൽ തന്നെ സ്റ്റാർട്ടപ്പിന് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഈ ടെംപ്ലേറ്റ്സ് സംടൈംസ് ചിലത് ഫ്രീ അവൈലബിൾ ആണ്, ചിലത് പെയ്ഡും ആണ്. സോ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.